ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തേക്കണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ബോട്ടിലേക്കൊന്ന് ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് കളർ ഇനാമൽ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനാമൽ പെയിൻറ്റ് പറയുമ്പോൾ നമ്മളെ വീടിൻ്റെ ജനലിലും ഗേറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പെയിൻ്റാണ്. അപ്പോൾ അത് നമുക്ക് നല്ല ലാഭമാണ് ആക്രിലിക് പെയിൻറ്റിനേക്കാളും. അങ്ങനെ ഞാൻ ബോട്ടിൽ പെയിൻറ്റ് അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കോട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമ്മളെ ബോട്ടിൽ നല്ലൊരു കവറേജ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ കമൻറ്റിലൊന്ന് പിൻ ചെയ്തിടാം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫേൺ ലീഫാണ്. അപ്പോൾ നമുക്കിത് മുറ്റത്തും പറമ്പിലൊക്കെ എപ്പോഴും കാണും, മതിലിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഫേണാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളതാണ്. ഇതൊരു നാടൻ ടൈപ്പാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. അതിൻ്റെ ഒരു ലീഫൊക്കെ നല്ല ചെറിയ ചെറിയ ലീഫൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബോട്ടിലാട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ആദ്യം ഡ്രൈ ആക്കിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂസ് പേപ്പറിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് നമ്മൾ ബെഡിൻ്റെ അടിയിലൊക്കെ വെച്ചിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മളിപ്പം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരുമിച്ച് കുറേ ലീഫ് ഇങ്ങനെ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ബോട്ടിലാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഡ്രൈ ആക്കുന്നതും അത് ഡ്രൈ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ഈ ഒരു ബോട്ടിലാട് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഫേൺ ലീഫാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനൊരു 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻറ്റിൽ സാപ്പ് ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വൈറ്റ് കളർ പെയിൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് നന്നായിട്ട് ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കുകയാണ്. അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ കളേഴ്സ് പോലെയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കളർ വെച്ചിട്ട് നമുക്ക് ഈ ലീഫ് ഒന്നിങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഞാനിവിടെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു തിന്നായിട്ടുള്ള ലീഫല്ലേ, അപ്പോൾ അതിലേക്കൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ എല്ലാ ലീഫും ഇങ്ങനെ ഒരു സൈഡ് മാത്രം ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കിയൊക്കെ എടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ഒരു പെയിൻറ്റിലേക്ക് കുറച്ചും കൂടെ വൈറ്റ് കളറൊന്നും ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ലൈറ്റ് ഷെയ്ഡ് ആക്കി എടുക്കാൻ കേട്ടോ. ഒരു വൈറ്റ് കളറിൽ ചെറുതായിട്ടൊരു ഗ്രീൻ ഇങ്ങനെ ടച്ച് ആയിട്ടുള്ള പോലത്തെ ആ ഒരു കളറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നേരത്തെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് തിക്കായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തിന്നായിട്ട് തന്നെ ചെയ്യുക. ഒരു ലെയർ മാത്രം ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആ ഒരു വൈറ്റ് കളറും കൂടെ കാണുന്ന രീതിയിൽ തന്നെ നമ്മളൊരു എന്താ പറയുക ജസ്റ്റ് ഒന്നിങ്ങനെ ഡാബ് ചെയ്ത് മാത്രം കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ബോട്ടിലേക്ക് ബേസ് കോട്ട് അടിക്കുന്നത് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഒരു കോട്ട് മാത്രം അടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഈ ഒരു പേസ്റ്റൽ കളേഴ്സ് വെച്ചിട്ട് സെക്കൻഡ് കോട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ തേർഡ് കോട്ടൊക്കെ ചിലപ്പോൾ അടിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഇനാമൽ പെയിൻറ്റ് ആയതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഒരു കോട്ട് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ആ ഒരു ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പെയിൻറ്റ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കുഞ്ഞ് ആക്രിലിക് പെയിൻറ്റിൻ്റെ ഒരു ബോട്ടിലും കൂടെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് കളയാൻ തോന്നിയില്ല, കാരണം അത്രയും നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ലീഫ് ഇപ്പോൾ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തൊക്കെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2-3 ദിവസമായിട്ടോ ഞാൻ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല. അങ്ങനെ ഞാനതൊരു പേപ്പറിൻ്റെ ഇടയിൽ എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ തട്ടി നിന്നിട്ട് കുറേ ഭാഗത്തൊക്കെ ഇങ്ങനെ മടങ്ങി പോവുകയും പിന്നെ തമ്മിലിങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് വിട്ട് വെക്കുക കേട്ടോ, കാരണം ഒരുപാട് തിന്നായിട്ടുള്ളതാണ്. നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്ത് അത് കീറിപ്പോവും. ഇനിയിപ്പോൾ നമുക്ക് ഈ ലീഫൊക്കെ ഇങ്ങനെ ബോട്ടിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ലീഫിൻ്റെ പുറകിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തിന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ ബോട്ടിലേക്ക് ഇങ്ങനെ ആ ലീഫ് ഒട്ടിക്കേണ്ട എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നന്നായിട്ടൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടിയാൽ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തിന്നായിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ അവിടെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെക്കുന്ന സമയത്ത് കറക്റ്റ് ആ സ്ഥലത്ത് തന്നെ സ്റ്റിക്കായിട്ട് പോകും. പിന്നെ നമുക്കത് നീക്കി കൊടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഫസ്റ്റത്തെ ലീഫ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തിന്നായിട്ടുള്ള ലീഫാണ്, നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ പ്രസ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ലീഫ് ഭയങ്കര ഒരു ടിഷ്യൂ പേപ്പർ പോലെ ഇരിക്കും. പിന്നെ ഫേൺ ലീഫ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര നൈസായിട്ടുള്ളതാണ് അതിൻ്റെ ആ ഒരു ടിപ്പിലൊക്കെ. അപ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തും ഒട്ടിക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അത് കീറിപ്പോവും. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും ഈ ഒരു ലീഫിൻ്റെ കളറും പിന്നെ അതുപോലെ ബോട്ടിലിൻ്റെ കളർ ഏകദേശം ഒരു സെയിം ആണല്ലോ, ഒരു അട്രാക്ഷൻ ഇല്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടും ഈ ഒരു കളറ്.
അങ്ങനെ ഞാൻ ഈ ബോട്ടിലേക്ക് ഇപ്പോൾ 2 ലീഫ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഒരു ലീഫും കൂടെ ഇതിൽ ഒട്ടിച്ച് റെഡിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് സ്റ്റിക്ക് ആവാത്തുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സൈഡ്സിലൊക്കെ. അപ്പോൾ അങ്ങനെ കൂടി ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യാം. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ ഇതുപോലെ നമ്മൾ നേരത്തെ ഒരു കുഞ്ഞു ബോട്ടിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കുഞ്ഞു ഫേൺ ലീഫ് ഇങ്ങനെ എടുത്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ വെറുതെ ഒരു ഇതിന് വേണ്ടി ചെയ്യാൻ കേട്ടോ. കാരണം അവിടെ ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരു ഭംഗി, എനിക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ തന്നെ ഒരു മിനിയേച്ചറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു 4 സൈഡിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലീഫ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ, കുഞ്ഞ് ലീഫും കുഞ്ഞ് ബോട്ടിലൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലീഫൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ബാക്കി ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാഗ് ഗ്രീൻ ആണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പെയിൻറ്റ് കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ടൊരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ലീഫ് ഉണ്ടല്ലോ, ഫേൺ ലീഫ്, അതിൻ്റെ മേലെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. അപ്പം അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഫേൺ ലീഫിൻ്റെ സ്റ്റെമ്മിനും പിന്നെ അതുപോലെ ബ്രാഞ്ചസ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ആ ഒരു സ്റ്റെമ്മിനൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്റ്റെമ്മിനോട് ചേർന്നിട്ടുള്ള ഒരു ലീഫിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്തും ഇങ്ങനെ ചെറുതായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ലീഫ് കംപ്ലീറ്റ് ആയിട്ടും പെയിൻറ്റ് ചെയ്ത് കൊടുക്കണ്ട. അതിന് ഒരു ഭാഗത്ത് നടുക്ക് ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ സൈഡ്സിലൊക്കെ ആ ഒരു ലൈറ്റ് ഗ്രീൻ കാണുന്ന രീതിയിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിത് പെയിൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ബേസ് കോട്ടിലേക്ക് ആവരുത്. പിന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും ഡാർക്ക് കളർ ആക്കണ്ട. ഇങ്ങനെ കുറച്ച് മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ ആ ഒരു ടിപ്പിലേക്കുള്ള ആ ഒരു ലീഫിനൊന്നും ഇങ്ങനെ ഒരുപാട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണ്ട, കുറച്ച് മാത്രം ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ലീഫ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ബോട്ടിലിൻ്റെ ആ ഒരു ബാക്കി ലീഫിലേക്കും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ 3 ലീഫിനും ഇങ്ങനെ ആ ഒരു സാബ്രീൻ വെച്ചിട്ട് ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുത്തപ്പോൾ നല്ലൊരു അട്രാക്ഷനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ആദ്യമേ ആ ഒരു സാപ്ലിൻ തന്നെ വെച്ചിട്ട് ആ ഒരു ലീഫ് പെയിൻറ്റ് ചെയ്താൽ പോരായിരുന്നു എന്ന്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഭംഗി കിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യം ലൈറ്റ് ഷെയ്ഡായിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ ഇതിന് പ്രത്യേക ഒരു ഭംഗിയാണ്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു ലീഫിനെ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തെടുക്കണം. നമ്മളെ ബോട്ടിലിൻ്റെ ഒരു ബേസ് കോട്ട് ഭയങ്കര ലൈറ്റ് കളറാണ്, പിന്നെ ഏകദേശം രണ്ടും ഒരു ഗ്രീൻ തന്നെയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ്. എന്നിട്ട് നമ്മൾ അത് വെച്ചിട്ട് ഈ ഒരു ലീഫിനൊന്നിങ്ങനെ ചെറുതായിട്ടൊരു ബോർഡർ പോലെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് വീതി കൂടി ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകും, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ പോയിൻറ്റഡ് ബ്രഷ് ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സൂത്രം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം പഴയ ഒരു ബ്രഷാണ്, കേടായിട്ടുള്ള ബ്രഷാണ് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ ഡ്രൈ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്പ്രെഡ് ആവുന്നില്ല, നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനിപ്പോൾ കേടായിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ലീഫിനൊക്കെ ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ ബോർഡർ പോലെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഭയങ്കര പാടാണല്ലോ എന്നുള്ളത്, പക്ഷേ ചെയ്യുമ്പോൾ നല്ല ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നല്ല രസമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എത്ര തിന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു ആ രീതിയിൽ ചെയ്തെടുക്കുക, അപ്പോഴായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ബ്രഷ് കണ്ടില്ലേ, ഇപ്പം അതൊന്ന് രണ്ടാമത്തെ പെയിൻറ്റ് ഡിപ്പ് ചെയ്തപ്പോൾ കുറച്ചൊന്നും ഇങ്ങനെ വീതിയായിട്ടാണ് ആ ഒരു ബോർഡറൊക്കെ വരുന്നത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഏകദേശം ഒന്നും എല്ലാ ഭാഗത്തും ഒന്നും ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ ഒരു ലീഫൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ബോട്ടിലേക്ക് ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈയും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ വരച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് അത് ഹൈലൈറ്റ് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു ഔട്ട്ലൈനൊക്കെ. അങ്ങനെ നമ്മളൊരു 2 ബട്ടർഫ്ലൈ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഏകദേശം പറ്റുന്ന രീതിയിലൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിനൊന്ന് ഇങ്ങനെ കളർ അടിച്ച് കൊടുക്കാനായിട്ട് ഞാനിവിടെ റോയൽ ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു കളർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, അതിൻ്റെ ഒരു നടുക്ക് ഭാഗത്ത് പെയിൻറ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു സൈഡ്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 2 ബട്ടർഫ്ലൈക്കും ആ ഒരു കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ബട്ടർഫ്ലൈയുടെ ബാക്കി ഭാഗത്തൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം എനിക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അങ്ങനെ നമ്മളിപ്പം ആ പോട്ടിലേക്ക് 2 ബട്ടർഫ്ലൈ ഒക്കെ നന്നായിട്ട് നിങ്ങൾ പെയിൻറ്റ് ചെയ്തൊക്കെ ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഭംഗിയില്ല, ഒരു ഡാർക്ക് ബ്ലൂവും പിന്നെ ലൈറ്റ് ബ്ലൂവും ഒരു ബ്ലാക്ക് ബോർഡറൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ആ ഒരു ലീഫാണെന്നുണ്ടെങ്കിൽ നല്ല രസമുണ്ട്, നന്നായിട്ട് ഇങ്ങനെ അത് ഒട്ടിച്ചെടുത്താൻ തോന്നുന്നില്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ അതിലേക്ക് ഇങ്ങനെ പ്രസ്സായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു പെയിൻ്റ് ആണെങ്കിൽ നമ്മൾ 2 കളറായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്കത് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറൊക്കെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു ബെഡ്ഷീറ്റിലൊക്കെ ഉള്ള ഡിസൈന് പോലെ, പിന്നെ അതുപോലെ നമ്മളൊരു ഡെക്കോപ്പേജ് ഒക്കെ ചെയ്ത പോലെ ഉണ്ട്, അത്രയും നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു കുഞ്ഞ് ബോട്ടിലേക്കാണെങ്കിലും ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ വരയ്ക്കാമെന്ന്, പിന്നെ അതിൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഭയങ്കര ചെറുതായിട്ട് വരയ്ക്കുമ്പോൾ നീറ്റായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നിങ്ങനെ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പിക്ചർ വാർണിഷാണ് എടുത്തിട്ടുള്ളത്.
അങ്ങനെ നമ്മൾ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു വാർണിഷ് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ ബോട്ടിൽ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. പിന്നെ വാർണിഷ് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് വെള്ളമൊന്നും ആയാലൊന്നും അത് പെയിൻറ്റ് ഇളകി പോകുമൊന്നുമില്ല. നല്ലൊരു പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അയൺ ടേബിളിൻ്റെ മേലുള്ള ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിച്ചത് മുതൽ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ആ ഒരു ഡിസൈൻ. നല്ലൊരു ഗ്രീൻ കളറൊക്കെ ആയിട്ട്. പക്ഷേ അന്ന് ഞാൻ പോർട്ട്ലി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഒരിക്കലും ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ അതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്താലോ വിചാരിച്ചത്. കാരണം അതിലുള്ള ഒരു ലീഫ് ഇങ്ങനെ ഫേൺ ലീഫ് പോലെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ആ ഒരു ബേസ് കോട്ടായിട്ട് ആ ഒരു വൈറ്റിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു ഗ്രീൻ വെച്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ആ ഒരു ലീഫിനൊക്കെ അങ്ങനെ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ ഇല്ല, അപ്പോൾ അതിന് ആ ഒരു കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അതുപോലെയൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് തോന്നുന്നത് എന്നുള്ളതൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫേൺ ലീഫോ ഏത് ലീഫ് വെച്ചിട്ട് ഇതുപോലെ ബോട്ടിലാട്ടൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ബെഡ്ഷീറ്റിലെ ഡിസൈനും പിന്നെ അതുപോലെ ഡ്രസ്സിലെ ഡിസൈനൊക്കെ നോക്കിയിട്ട് അതുപോലെ ഒന്ന് ഇങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല പിക്ചേഴ്സൊക്കെ അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കുമാണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ആയിട്ട് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.